ശബരിമലയിൽ സ്പോൺസർമാരെ നിയന്ത്രിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അതിനായി മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കും. സ്പോൺസേഴ്സിന് ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ദേവസ്വം പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ കെ ജയകുമാർ പറഞ്ഞതാണ് ഇത്തരത്തിലൊരു കാര്യം. ഇപ്പോൾ അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. സ്പോൺസേഴ്സ് വലിയ തലവേദനയും ചീത്തപ്പേരുമായി അല്ലെങ്കിൽ വലിയ കൊള്ള നടത്തിയ വിവരങ്ങൾ കൂടി പുറത്തുവരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഗൂഗിൾ, അതായത് ഈ സ്വർണ്ണക്കൊള്ള കേസിലടക്കം ഏറ്റവും കൂടുതൽ സർക്കാരിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും നാണക്കേടുണ്ടാക്കിയത് ഈ സ്പോൺസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ്. സ്വാഭാവികമായി പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതാരങ്ങൾ മാറ്റി നിർത്തുമെന്ന് പല തരത്തിലും അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു, അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ശബരിമലയ്ക്ക് യാതൊരു ബാധകമല്ല എന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള ഇടപെടൽ മുഴുവൻ ഉണ്ടായത്. അത് എ പത്മകുമാറിന്റെ കാലത്തായിക്കോട്ടെ അതിനുശേഷം വന്ന കാലങ്ങളിലായിക്കോട്ടെ സമാനമായ രീതിയിൽ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള അവതാരങ്ങൾ കയറാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി. ഇതാണ് പുതിയ ബോർഡ് നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു ക്രിയാത്മകമായ ഇടപെടലിലേക്ക് നടക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട, അല്പസമയം മുൻപ് വാർത്താ സമ്മേളനം നടത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞത് ഇതിന് നോംസ് പരിഷ്കരിക്കും, അതായത് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതിൽ പ്രാഥമികമായൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ബാങ്ക് ബാലൻസ് അടക്കമുള്ള കാര്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും ഇനി സ്പോൺസേഴ്സിനെ നിശ്ചയിക്കുന്നത്. ഒരു ഇടനിലക്കാരൻ എന്നെങ്കിൽ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ട് എന്നത് ദേവസ്വം ബോർഡ് എഴുതി നൽകുകയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയോ ചെയ്യും. സാധാരണ ഇപ്പോൾ ശബരിമലയിൽ അത്തരത്തിലല്ല നടക്കുന്നത്. സ്വാഭാവികമായി അത് സ്പോൺസേഴ്സ് ഇങ്ങോട്ട് വന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കും ദേവസ്വം ബോർഡ് എത്തുന്നു. അതിനാവശ്യമായുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മകരവിളക്കുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നറിയിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നിർണായകമായ വിവരങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ രാജു, പി രാജു എന്നിവർ, സന്തോഷ് കുമാർ എന്നിവർ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.